വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കെ മുരളീധരൻ. മോദിയുടെ പ്രസംഗവും പിണറായി വിജയന്റെ പ്രവൃത്തിയും ഒരുപോലെയാണ്. ഇതിന്റെ ഭാഗമാണ് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതെന്നും കെ മുരളീധരൻ കുറ്റപ്പെടുത്തി. CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കി സ്ക്രീൻഷോട്ട് പങ്കുവച്ച അമ്പാടിമുക്ക് സഖാക്കൾ പേജിന്റെ അഡ്മിനും DYFI നേതാവെന്ന് കണ്ടെത്തി. സ്ക്രീൻഷോട്ട് വിവാദത്തിൽ UDF വടകര SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ചർച്ചയായ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഉന്നത നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് ആവർത്തിക്കുകയാണ് കെ മുരളീധരൻ. എന്തുകൊണ്ട് മതസ്പർദ്ധയുണ്ടാക്കുന്ന ഈ സ്ക്രീൻഷോട്ട് പ്രസിദ്ധീകരിച്ചവർക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? ഇത് ഷെയർ ചെയ്തതും കുറ്റാണ്. ഞാൻ പറഞ്ഞ ലതികയ്ക്കെതിരായിട്ടും കേസെടുക്കണം. കാഫിർ സ്ക്രീൻഷോട്ട് പോസ്റ്റ് പങ്കുവച്ച അമ്പാടിമുക്ക് സഖാക്കൾ പേജിന്റെ അഡ്മിനും DYFI നേതാവെന്ന് കണ്ടെത്തി. P. ജയരാജന്റെ വിശ്വസ്തനായ മയിൽ സ്വദേശി മനീഷ് മനോഹരനാണ് പേജിന്റെ അഡ്മിൻ. പോസ്റ്റ് പങ്കുവച്ചത് മനീഷാണെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതിനിടെ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് തെറ്റെന്ന് MV ജയരാജൻ പ്രതികരിച്ചു. ആദ്യ പോസ്റ്റുകാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുകയും അതോടൊപ്പം അത് പ്രചരണമായി നടത്തിയവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുകയുമാണ് വേണ്ടത്. അത് പോലീസിന്റെ അന്വേഷണം നടന്നു വരുന്നു. എന്നാൽ CPIM ബ്രാഞ്ച് സെക്രട്ടറി മനീഷിനെതിരായ പോലീസ് റിപ്പോർട്ടിൽ പ്രതികരിക്കാൻ MV ജയരാജൻ തയ്യാറായില്ല. വിവാദ പോസ്റ്റ് പങ്കുവച്ചവരെ അറസ്റ്റ് ചെയ്യുന്നതുവരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് UDF തീരുമാനം. തുടർ സമരങ്ങൾക്ക് ഉടൻ രൂപം നൽകും. വടകരയിൽ നിന്ന് സോനുവിനൊപ്പം സമീർ സി മുഹമ്മദ്, 24.